ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുന്നത് എർമസിന്റെ ഒരു പെർഫ്യൂമാണ്. സോ ആദ്യം ഇതിന്റെ പേര് ഞാനൊന്ന് വായിക്കാൻ പലതവണ ടേക്സ് എടുത്തു. സോ നെയിം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഉൻജാർദൻ എ സൈത്രേ, അതാണ് ഇതിന്റെ പേര്. അങ്ങനെ തന്നെയാണ് വായിക്കാൻ തോന്നുന്നത്. വലിയ പേരാണ്, ഉൻജാർദൻ എ സൈത്രേ. ഓക്കെ, ഇത് ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ്. ഇത് ടെസ്റ്ററാണ് കേട്ടോ. 2 ടെസ്റ്റർ ഉണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ബോട്ടിൽ വരുന്നത്. അത് ആക്ച്വലി പുതിയ പെർഫ്യൂമാണ്. ഈ ഉൻജാർദിൻ എന്ന സീരീസിൽ അവർക്ക് വേറെയും പെർഫ്യൂംസ് ഉണ്ട്. സോ ഇത് ലേറ്റസ്റ്റ് ആണ് സൈത്ര എന്നുള്ളത്. വേറെയും പെർഫ്യൂംസ് ഉണ്ട്. ഇത് ഗ്രീക്കിലെ ഒരു ഐലൻഡിന്റെ നെയിമാണ് അതിനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ പെർഫ്യൂമിന് ഇവിടെ ഇങ്ങനെ കുറച്ച് മരങ്ങളും കാര്യങ്ങളും ചിത്രങ്ങളൊക്കെയാണ്. ഇത് എന്തോ ഒരു വ്യത്യസ്തത ഉണ്ട്. പഴയ നമ്മൾ ഈ ഇംഗ്ലീഷ് ക്ലാസിക്സ് ഒക്കെ എനിക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. പഴയ ഇംഗ്ലീഷ് ക്ലാസിക്സ് ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നമ്മളിങ്ങനെ കാണുമ്പോൾ പഴയ പുസ്തകങ്ങൾ നമ്മൾ മറ്റേ ഈ സിൻഡ്രല്ല, ആലിസ് ഇൻ വണ്ടർലാൻഡ്, അങ്ങനത്തെ അതൊക്കെ പഴയ പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കഥകളില്ലേ. ഞാൻ കുറേ അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇത് എനിക്ക് തോന്നിയത്. സോ എന്തായാലും ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഇവരത് ഇവിടെ പല ലാംഗ്വേജസിലായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ്. എർമസ് നമുക്ക് പരിചയമുള്ള ബ്രാൻഡ് തന്നെ. ടെറി ഡി എർമസ് എന്ന അത്രയും അടിപൊളിയായിട്ടുള്ള ആ ഒരു പെർഫ്യൂം എനിക്ക് തോന്നുന്നില്ല അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അത്രമേൽ പോപ്പുലറായ ഒരു കമ്പനിയാണ് എർമസ്. നമ്മൾ ടോപ്പ് 4 or 5 ഫ്രഞ്ച് പെർഫ്യൂം ബ്രാൻഡ്സ് പറയുമ്പോൾ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് എർമസ്. സോ YSL, ഗർലാന്, ഷനൈലൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഡിയോർ, ഷനൈൽ, YSL, ഗർലാൻ എന്നൊക്കെ പറയും. ആ ഒരു കൂട്ടത്തിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ഇത് എർമസ്. എർമസിന്റെ ബാഗുകളാണ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. സോ എന്തായാലും പെർഫ്യൂംസ് എൻ്റെ കയ്യിൽ ഒരു 5 or 6 പെർഫ്യൂംസ് ഇരിക്കുന്നുണ്ട്. മറ്റേ ടെറി ഡി എർമസിന്റെ 2 ഉണ്ട്. ഒന്ന് അതിൻ്റെ ഒരു വെറ്റിവറും നോർമലും, പിന്നെ ട്വില്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്, H24 ഉണ്ട്, ഇതുണ്ട്, പിന്നെ ഏതാ ഓർമ്മല്ല, ഏതോ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും സോ ഇതിന്റെ ഫ്രാഗ്രൻസ് ഇതെങ്ങനെയുണ്ട് നോക്കാം. ഇത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്നിഫ് ചെയ്താലും ഇപ്പൊ എനിക്ക് ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. ഞാനിത് വീണ്ടും അപ്ലൈ ചെയ്യുന്നില്ല. അതിന്റെ റീസണും കൂടി ഞാൻ പറയാം. സോ ഈ പെർഫ്യൂം നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാഗ്രൻസ് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു പുൽത്തൈലത്തിന്റെ സ്മെല്ലാണ്, അഥവാ നമ്മുടെ ലെമൺ ഗ്രാസിന്റെ ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ നമ്മൾ ഏതായിരുന്നു ലൂയി വിത്തോന്റെ റീസെന്റ് വീഡിയോ ചെയ്ത ഇമാജിനേഷൻ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു അതിൽ ആ ഒരു പുൽത്തൈലം ഓപ്പണിങ്ങിൽ വരുന്നുണ്ട് എന്നുള്ളത്. അത് പിന്നീട് പക്ഷേ ഒരു സോപ്പി ഫ്രാഗ്രൻസിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ആ ഇനീഷ്യലി ഉള്ള പുൽത്തൈലവും അതിന്റെ കൂടെ തന്നെ ഫ്രഷ്നെസ്സും കൂടിയൊക്കെ വന്നിട്ട് പിന്നെ ഇത് മാറുന്നത് ഇതൊരു നട്ട്സ് മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലിലേക്ക്, ഒരു ഓയിലി, ഒരു നട്ട്സിന്റെ ഒരു ഫ്രാഗ്രൻസ്. പിസ്റ്റാഷ്യോ ആണ് അവർ നോട്ട്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് സ്നിഫ് ചെയ്തപ്പോൾ എന്തോ ഒരു നട്ട്സിന്റെ സ്മെല്ല് പോലെ ഫീൽ ചെയ്തത്. സോ അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. അപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഞാൻ ഈ പെർഫ്യൂം വാങ്ങിക്കാനുള്ള റീസണും അത് തന്നെയാണ്. സാധാരണ നമ്മൾ പെർഫ്യൂംസിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് അല്ല ഇതിലുള്ളത്. ഈ റീസെന്റ് ദിപ്തിക്കിന്റെ ഫിലോസൈക്കോസ് എന്ന പെർഫ്യൂം വാങ്ങിച്ച സമയത്തും ഞാൻ അതിന്റെ ഒരു ടെസ്റ്റർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇത് എന്താണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്നുള്ളത് പെട്ടെന്നായിട്ട് കിട്ടിയില്ല. പിന്നീട് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഒന്ന് ഫ്രാഗ്രനറ്റിക് ഒന്ന് ടെസ്റ്റ് നോക്കിയപ്പോഴാണ് അത് ഗ്രീൻ നോട്ട്സിന്റെ കൂടെ തന്നെ അതിൽ വരുന്നത് ഫിഗ് ആണ്. സോ അത് പെട്ടെന്ന് നമുക്ക് സാധാരണ ഒരു പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് അല്ലല്ലോ. പിന്നെ അത്തരം ഫിഗിന്റെ ഒന്നും നോട്ട്സ് നമുക്ക് ഇവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനവും അല്ലല്ലോ. ഇപ്പൊ ഈവൻ ഈ പിസ്റ്റാഷ്യോ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പിസ്റ്റാഷ്യോ വരുന്നതും നട്ട്സ് ഉണ്ടെങ്കിലും അതല്ലാതെ നമ്മൾ അതിന്റെ മരവും മറ്റുള്ളതൊന്നും നമ്മുടെ നാട്ടിൽ കാണാനില്ലല്ലോ. സോ ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കി ഇത് ആളുകൾ എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ താഴെയൊക്കെ ചില കമന്റ്സ് ഉണ്ട്. ഇത് ഗ്രീക്കിലുള്ള ഐലൻഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ്. ചില ഗ്രീക്ക് സിറ്റിസൺസ് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള ചില ട്രീസിന്റെ അടുത്ത് നിന്ന് ഈ സ്മെല്ല് കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമ്മളെ നാടുമായി ബന്ധമുള്ള ഒരു സ്മെല്ലല്ല ഇതിൽ നിന്ന് വരുന്നത്. സോ നമുക്കത് കളക്ട് ചെയ്യാന്നുള്ളത് ഈസിയും അല്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രാഗ്രൻറ്റിക്കൽ നോക്കിയത്. മറ്റുള്ളത് നോർമലി നമ്മൾ സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും ഇതിൽ എന്തുണ്ട് എന്നുള്ളതൊക്കെ. സോ എന്തായാലും അങ്ങനെ ഒരു പിടി കിട്ടാത്ത ഒരു സ്മെല്ലായി പോയത്. സോ ഇതിന്റെ ഓപ്പണിങ്ങിൽ ആ ലെമൺ ഗ്രാസ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രീൻ നോട്ട്സ് അവിടെ ഉണ്ട്, ഒരു ഫ്രഷ് ഗ്രീൻ
ഈ ലെമൺ ഗ്രാസ് കുറച്ചൊന്നുണ്ട് ഒന്നുണ്ട് പതിഞ്ഞിട്ട് പിന്നീട് ആ ഒരു നട്ട്സും പിന്നെ ഒരു ഓയിൽ പോലത്തെ ഒരു ഒലീവ് ഓയിൽ പോലത്തെ ഒരു ഫ്രാഗ്രൻസും അങ്ങനെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ആയി. ഇപ്പം സ്നിഫ് ചെയ്താലേ ഇത് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു യൂണിസെക്സ് ഒരു സമ്മർ പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ഓഫീസ് പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വൈബാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഓപ്പണിങ് ഞാൻ പറഞ്ഞ പോലെ അത്ര ഒരു എന്താ പറയുക അത്ര ഒരു വോ ഫാക്ടർ ഒന്നും അതിലില്ല. ഒരു നോർമൽ പെർഫ്യൂം പോലെ നമുക്ക് തോന്നും. ബട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ചില പെർഫ്യൂംസിന് എസ്പെഷ്യലി ഈ ഗ്രീൻ നോട്ട്സ് കൊണ്ടുവരുന്ന പെർഫ്യൂംസിനൊക്കെ ഉള്ള ഒരു കാര്യമാണത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്താലാണ് അതിന്റെ ഒരു യഥാർത്ഥ റിസൾട്ട് വരിക. സോ അതാണ് ഈ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ്. ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്, യൂണിസെക്സ് ആണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല. ഇനീഷ്യൽ ഒരു ഹെവി പ്രൊജക്ഷൻ ആദ്യത്തെ ഒരു 1 hour വരെയൊക്കെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ അങ്ങോട്ട് പതിഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഇതിപ്പോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് 30 minutes ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഇപ്പൊ എനിക്ക് ഇവിടെയൊക്കെ സ്മെല്ലുണ്ട്. പക്ഷെ ഇങ്ങനെ സ്നിഫ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു യഥാർത്ഥ വൈബിലേക്ക് കിട്ടുന്നുള്ളൂ. സോ ആ ഒരു പ്രൊജക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ നിൽക്കുന്നത് നമുക്കൊരു 3 to 4 hours ലെവലിലൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഡ്രസ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഇൻഡോർ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു 5+ hours നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ പെർഫ്യൂമിന്റെ എന്താ പറയാ പെർഫോമൻസ് പറയാനുള്ളത്. സോ ഇതിന്റെ പെർഫോമൻസ് ഒരു 1 hour വരെ പ്രൊജക്ട് ചെയ്തിട്ട് നമുക്കൊരു 5 to 6 hours വരെ ഓഫീസിനുള്ളിലാണെങ്കിൽ ലാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 3 hours വരെ ലാസ്റ്റ് ചെയ്യും. അത്രേ കിട്ടുന്നുള്ളൂ. പിന്നെ എന്താ പറയാ ഒക്കേഷൻസ് ഓഫീസാണ്, ഓഫീസ് യൂസ് സമ്മർ യൂസിനൊക്കെ പറ്റും. പിന്നെ എന്താ പറയാ യൂണിസെക്സ് ആണ്, വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് സാമ്പിൾ ആണ്. സോ ഇങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എർമസിന്റെ പെർഫ്യൂംസ് പൊതുവെ എക്സ്പെൻസീവ് ആണ്. താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനൊക്കെ ഇൻസ്പയർഡ് ഉണ്ടോ എന്ന് ചിലർ ചോദിക്കും. ഇത്രയും പുതിയ പെർഫ്യൂംസിന് ഇൻസ്പയർഡ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞാലൊക്കെ വരുമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. വീണ്ടും പേര് നോക്കണം. ഉൻ ജാർദിൻ എ സൈത്രൈൻ ഈ പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.